പ്രാദേശികമായി മോഷ്ടിക്കുന്ന ടീമുകളുടെ ആണെങ്കിലും പ്രൊഫഷണൽമാരായിട്ടുള്ള ആളുകളുടെ ആണെങ്കിലും മോഷണ വാർത്തകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും കുറുവാ സംഘത്തിന്റെ പേര് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ കുറുവാ സംഘത്തിന്റെ മറവിൽ പ്രാദേശിക മോഷ്ടാക്കൾ അഴിഞ്ഞാടുന്നുണ്ടാവില്ലേ? പ്രാദേശിക മോഷ്ടാക്കള് കൂടി വന്ന ഒരാൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മാക്സിമം 3 പേര് അല്ലെ 2 പേര്. ഇതാണ് കേരളത്തിലുള്ള മോഷ്ടാക്കളുടെ സ്റ്റൈൽ. അതാണ്, അത് കൂടുതൽ വരത്തില്ല. കാരണം കേരളീയർ വലിയ സ്വാർത്ഥന്മാരാണ്. അപ്പൊ ഇവൻ ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഒറ്റയ്ക്കാ കഴിയും. ഞാൻ പല കള്ളന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ സാറേ അവന് കൊടുക്കണ്ടേ. ഞാൻ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മോഷണക്കാരും പനക്കച്ചന്ദ്രനാണ്. ഞാൻ ഒത്തിരി പനക്കച്ചന്ദ്രനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ആലപ്പുഴയുള്ള ഒരുത്തനെ സബ് ജയിലിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചാടി മോഷണം കടന്നുപോയി. അവന്റെ പേര് വന്നുപോയി. അവൻ മർഡർ ചെയ്തിട്ടുണ്ട്. അവനെടാ ഞാൻ നിനക്ക് ഇത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. സാറേ ഒരാഗ്രഹം കൂടെ ഉണ്ട്, പനക്കച്ചന്ദ്രൻ്റെ കൂടെ ഒരു മോഷണം. അവന്റെ ആഗ്രഹം പറഞ്ഞതാണ്. അത് കാര്യം എന്താന്ന് ചോദിച്ചു. പനക്കച്ചന്ദ്രനാണെങ്കിൽ കള്ളത്തിലൊന്നുമില്ല, കിട്ടുന്നതിന്റെ പകുതി തരും. കണ്ടില്ലേ? അപ്പൊ ഇവര് മോഷണത്തിന് പോകുന്നവരെല്ലാരും അവർക്ക് മാക്സിമം പൈസ ഒപ്പിക്കാനാണ്. അപ്പൊ ഒരുത്തൻ ഞാൻ 1-2 കള്ളന്മാർ ചോദിക്കുമ്പോൾ അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്തു. സാറേ മറ്റവനും അത് ശരിയാവില്ല, അവൻ പകുതി പൈസ കൂടുതൽ ചോദിക്കും അപ്പൊ അതൊക്കെയാണ്. അത് മണി മൈൻഡഡ് ആണ് അവര്. അതുകൊണ്ടാണ് പനക്കച്ചന്ദ്രന്റെ ഒപ്പം മോഷണിക്കുമെന്ന് പല നല്ല കള്ളന്മാർക്കും ആഗ്രഹമുണ്ട്. കാരണം നല്ല മോഷണം ചെയ്യുള്ളൂ. അവര് വൈക്കം അമ്പലത്തിന്റെ മുകളിലുള്ള അതിന്റെ മുകളിലുള്ള സ്വർണ്ണ വിഗ്രഹമല്ല, സ്വർണ്ണ കുതിര, അത് കയറി ഇവൻ എടുത്തിട്ടുണ്ട്. എത്രയോ ഹൈറ്റിലുള്ളതാണത്. അതിന്റെ മുകളിൽ കയറി രാത്രി കയറി ഇവൻ എടുത്തിരിക്കും. അത് ഓടിച്ചോണ്ട് പോയി. അങ്ങനെയാണ് പനക്കച്ചന്ദ്രനെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങിയത്. കാരണം അസാമാന്യ ക്ലവറാണ്. 40 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ഫാമിലിയിലുള്ളതാണ്. ആ വീട് നല്ല കുടുംബക്കാരാണ്, തെറ്റിപ്പോയി. പനക്കച്ചന്ദ്രന്റെ പേര് ഇതല്ല, ക്രിസ്ത്യനാണ്, നല്ല കുടുംബക്കാരനാണ്. പനക്കൽ ഹൗസ് എന്നാണ് അവന്റെ വീട്. പക്ഷെ അവന്റെ പേര് ഞാൻ പറയത്തില്ല. കാരണം അവന് ഞാൻ ഹൈക്കോടതിയിലെ കുറെ കേരളത്തിലെ കൊല്ലുന്ന ടാക്സി ഡ്രൈവർമാരുടെ പടം വെച്ച കൊടുത്ത് ഇവന്റെ പടം കൂടെ വന്നു. എനിക്കെതിരായിട്ട് അവൻ കേസ് കൊടുത്തു. അവന്റെ പടം മാറ്റണമെന്ന് ഹൈക്കോടതി ഓർഡർ വാങ്ങിച്ചു. അവൻ നല്ല ഫാമിലിയിലുള്ളവന്, നല്ല ഇന്റലിജന്റ് ആണ്, നല്ല ക്ലവറായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. കാറിൽ മാത്രമേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ കോളം ITDC താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ താമസിക്കൂ. വലിയ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിലേ താമസിക്കുള്ളൂ. വേറെ ഞാൻ കിട്ടത്തില്ല. അവന്റെ കൂടെയുള്ള ഒരു കള്ളൻ, അവൻ തറക്കള്ളനെ, അവൻ നല്ല ഓപ്പറേറ്റർ ആയതുകൊണ്ട് പനക്കച്ചന്ദ്രൻ അവനെ സ്വീകരിച്ചു. 4-5 പേരില്. അപ്പൊ അവന് കൂളിംഗ് ഗ്ലാസ് വെക്കണമെന്ന് പറയും. നിന്റെ ഈ കള്ളന്മാരിടുന്ന പോലെ നല്ല പച്ച നല്ല ചുവപ്പ് ഷർട്ട് നീട്ടും മേലെ വണ്ടി വന്നിരുന്നു. അത് ഈ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് സ്റ്റൈലിലുള്ള ആ ഡ്രസ്സ് മാത്രമേ ഇടിക്കാൻ സമ്മതിക്കുള്ളൂ. കാരണം ആ ചുവന്ന ഷർട്ട് ഇട്ട് കൈ ഒളി വെച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് പോയി കഴിഞ്ഞാൽ പോലീസ് പെട്ടെന്ന് നോട്ട് ചെയ്യും. വണ്ടിയെ പോകുമ്പോൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. അവൻ അങ്ങനെ പറ്റി. അതുകൊണ്ട് യുവമാരെ ഡ്രസ്സ് വരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് പനക്കച്ചന്ദ്രൻ. അപ്പൊ അത് മോഡസ് ഓപ്പറാൻഡി കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം. അപ്പം കേരളത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ മിക്കവാറും കുറുവ, ഓരോ സ്റ്റേറ്റിലുള്ള കുറുവ, അവർക്കറിയാം ഇവിടെ വന്നാൽ എന്തെങ്കിലും കിട്ടും. ഏത് പാവപ്പെട്ട ചെറ്റ വീട്ടിൽ പോയാലും പട്ടിണിയാണെങ്കിലും അവിടെ കയറുവന്മാര്. അതിന്റെ കാരണം 2 പവനെങ്കിലും കിട്ടും. ഇപ്പൊ 2 പവൻ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയായി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇനി ഈ അറ്റാക്ക് കൂടുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കുറുവ സംഘങ്ങൾ പല രീതിയിൽ ആൾക്കാർ വന്നു തുടങ്ങി. കാരണം അവർ നോക്കുമ്പം വിദേശത്തൊന്നും കേരളം എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യം പോലെ അവർക്ക് തോന്നുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ കുഗ്രാമത്തിലും ഫ്ലാറ്റായി. റോഡ് നല്ല റോഡുകൾ മറ്റ് സ്റ്റേറ്റുകളെ പോലെ അല്ല ഇവിടെ റോഡ്. നമ്മൾ റോഡ് കൊണ്ടും കൂടിയൊക്കെ പറയുമെങ്കിലും ഗ്രാമീണ റോഡുകളൊക്കെ പലതും നല്ല റോഡുകളാണ് കേരളത്തിൽ. നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റിൽ കൂടെ, ആ ഗ്രാമത്തിൽ കൂടെ പോയാൽ, തമിഴ്നാട്ടിൽ കൂടെ പോയി നോക്കിക്കോളൂ, നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്വർഗമാണ്. അതുകൊണ്ട് അത് എല്ലാ സ്റ്റേറ്റിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ എല്ലാ റോഡുകളും ആ ഗ്രാമീണ ജീവിതത്തിലേക്ക് നമ്മളേലും ഒരു 50 വർഷം 100 വർഷം പുറകിലാണ് അവർ ഇന്നും. പട്ടണങ്ങളുണ്ടാവും വലുത്, കൽക്കട്ടയിലെ ചേരി കിടക്കുന്നവരും ബോംബെയിലെ ചേരി കിടക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. ചെന്നൈയിലുണ്ട് ചേരി, ബാംഗ്ലൂർ ഇപ്പം ചേരിയുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ജീവിത രീതി. പക്ഷെ അവർക്കൊക്കെ കേരളം കാണുമ്പോൾ സ്വർഗമാണ്, ഇവിടുത്തെ ആൾക്കാരെ കാണാൻ വലിയ ബഹുമാനമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ഫ്രോഡ് മലയാളിയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ 2nd റാങ്കേ ഉള്ളൂ തമിഴിന്, 3rd റാങ്ക് പഞ്ചാബിക്ക്. നമ്മുടെ ഇതൊക്കെ പറയുന്നത് തമാശ പറയുന്നതല്ല, നമ്മുടെ അനുഭവത്തിൽ കൂടെ പറയുന്നത്. കള്ളനോട്ട എവിടെ അടിച്ചാലും ശരി മലയാളിയുണ്ട്, കള്ളനോട്ട എവിടെ അടിച്ചാലും ഒരു തമിഴനുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിച്ചാൽ ഒരു പഞ്ചാബി ഉണ്ടാവും.
അതുകൊണ്ട് കുറുവ സംഘങ്ങള് പറയുന്ന പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കുറുവ അല്ല, എല്ലാ സംസ്ഥാനത്തും കുറുവ ഉണ്ട്. അത് വ്യത്യസ്തമായ ജീവിത രീതിയും വ്യത്യസ്തമായ ഓപ്പറേഷൻ രീതിയാണ്. ഇവിടെ വളപട്ടണത്ത് ഈ 3 പേര് കൽക്കട്ടയിൽ അവരാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം റെയിൽവേ ട്രാക്കിൽ കൂടെ പോകുന്നത് കൽക്കട്ടയിലാണ്. അത് ഒരിക്കലും ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി 371 പാവം പോയ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്, പിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് 300 റെക്കോർഡ് ഇട്ടിട്ടുള്ളൂ. 371 പോയിട്ടുണ്ട് കേരളത്തിൽ തന്നെ, പിടിച്ചിട്ടില്ല. അപ്പം അത് തൃശ്ശൂർ പൂങ്കുന്നത്ത് ഒരു ബംഗാൾ ഗാങ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 38 പവന് 14 ലക്ഷം പോയിട്ടുണ്ട്. അത് ഋഷിദാബാദിലാണ്. അതുപോലെ ബത്തേരിയിൽ 71 പവനും 30 ലക്ഷം പോയിട്ടുണ്ട്. അത് പച്ചക്കറി വിൽക്കാനായിട്ട് നടന്നവന്മാരാണ്. പക്ഷെ ബംഗാളുകാരാണ്, വർഷങ്ങളായിട്ട് കേരളത്തിലാണ്. അവര് ഒരാൾ അബ്ദുൽ കരീമും അബ്ദുൽ ലത്തീഫ്, പേരൂടെ പറഞ്ഞേക്കാം. വളപട്ടണം പോലീസ് അതുകൂടെ നോക്കിക്കോട്ടെ. ഈ 2 എണ്ണത്തിൽ അത് അവസാനിക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ വീട്ടുകാരോ സംശയിക്കുന്നവരോ പരിചയക്കാരാണെന്നൊക്കെ പറയുന്ന ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട്. അത് നോക്കിക്കോളൂ, എലിമിനേറ്റ് ചെയ്തോളൂ. പക്ഷെ 3 പേര് കയറിയത് ഈ ഗാങ്ങാണ്. അവര് ഗ്രില്ലാണ് പൊളിച്ചിരിക്കുന്നത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അവർ റെയിൽവേ സ്റ്റേഷന് അടുത്താണ് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അത് അവർക്ക് ഫേവറബിൾ ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. വളരെ പിന്നെ അവിടെ ഈ മോഷണം നടന്നതിന് അടുത്ത ദിവസം കള്ളൻ കയറിയത്, അത് ലോക്കൽ ചെറിയ കള്ളൻ, ചീള് കള്ളനാണ്. അവൻ കയറിയിട്ട് പോട്ടെ, അവൻ ഇനിയും കയറും. അതിനടുത്ത ചെറിയ ചെറിയ മോഷണമുണ്ട്. വലിയ മോഷണം നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കില്ല അവിടെ. അപ്പൊ 300 പവനും 1 കോടിയും കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിട്ടു. ഇനി ഒരു 2 മാസം കഴിഞ്ഞേ വരൂ. ഓക്കെ സാർ, ഓക്കെ, എന്തായാലും വിശദീകരിച്ചത് നന്ദി.